ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. നമ്മൾ കുറേ നാളായാലും മേക്കപ്പ് വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒരു മേക്കപ്പ് ലുക്ക് കാണാം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ, ഞാനിപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ലാസ്റ്റ് കാണാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഫേസ് മേക്കപ്പ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞോട്ട് മേക്കപ്പ് ചെയ്യുന്നില്ല, പിന്നീട് വോയിസ് ഓവർ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് നേരെ മേക്കപ്പിലേക്ക് പോകാം. ഞാനിനി ഒന്നും കിട്ടുന്നില്ല, നേരെ മേക്കപ്പ് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇത് മേടിക്കുന്നത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസറാണ് ഇത്. നമ്മളിപ്പോൾ ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫുൾ ഡേ നമ്മുടെ സ്കിന്നിനെ ഇത് ഹൈഡ്രേറ്റ് ആക്കി വെക്കും. ഡ്രൈ സ്കിന്നിന് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അടുത്തത് ഞാനിവിടെ ഓറഞ്ച് കറക്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് LA ഗേളിൻ്റെ ഓറഞ്ച് കറക്റ്ററാണ്. അപ്പോൾ ഇത് നമുക്ക് ഡാർക്ക് സർക്കിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പോൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഈ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടും. അതല്ല നമ്മൾ ഡയറക്റ്റായിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ ഒക്കെ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ഒരു ആഷി പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം ആദ്യം ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കൺസീലറോ ഫൗണ്ടേഷനോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ബയോട്ടിക്കിൻ്റെ ഒരു ലിപ് ബാമാണ്, അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് ചെറിയൊരു ടിൻ്റ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കൺസീലർ എടുത്തിട്ടുണ്ട്. ഇത് റെവല്യൂഷൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് C13.2 ആണ്. ഈ ഒരു കൺസീലർ എനിക്ക് കുറച്ച് ഒരു ഷെയ്ഡ് ഡാർക്കറാണ്, പക്ഷേ നമുക്കിപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് ഓക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് ഇതാണ്. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ കുറച്ചുകൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇതാണ് എൻ്റെ പെർഫെക്റ്റ് കൺസീലർ, LA ഗേളിൻ്റെ ഫോൺ എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള എൻ്റെ ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഡാർക്ക്നെസ് ഉള്ള ഏരിയയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്ന മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നത്. അധികം ഇങ്ങനെ മേക്കപ്പ് എടുത്തറിയുന്ന രീതിയിലൊന്നുമല്ല, കാരണം നമുക്കിതൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് പോകാനുള്ളൂ. അപ്പം നമ്മളിപ്പം വീട്ടിലിരുന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല. സൺലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഇടുന്നത് ഇങ്ങനെ ഫേസിൽ എടുത്തറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ. അപ്പം ഞാനെപ്പോഴും ആ രീതിയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഞാനിവിടെ ഷുഗറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ നമ്മുടെ മേക്കപ്പ് നമ്മളിട്ടത് എന്താ പറയുക, കുറേ നേരം ലാസ്റ്റ് ചെയ്യാനും എന്താ പറയുക, ഓയിലി ആകാതെ ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന് പകരമായിട്ട് കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സെറ്റിംഗ് പൗഡറും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സെറ്റിംഗ് പൗഡറാണ്. ഞാനതിപ്പോൾ രണ്ടാമത്തെ പാക്കാണ് കേട്ടോ മേടിക്കുന്നത്. ഇനി ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫുൾ ഫേസ് മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഐബ്രോസിലേക്ക് പോകാം. ജസ്റ്റ് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്തിട്ട് ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ ഗ്യാപ്പുള്ളിടത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അധികം അങ്ങനെ ഐബ്രോസ് വരയ്ക്കാറില്ല. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടടുത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ വെറ്റ് ആൻഡ് വയലൻ്റ് ഈ ഒരു ഐ ഷാഡോ പാൽ എടുത്തിട്ട് ഈ ഒരു ബ്രിക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അധികം എടുത്തറിയത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സെയിം ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ താഴേക്ക് ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയതുപോലെ ഇരിക്കും. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മീതിയായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ. ഐ മേക്കപ്പ് അധികമൊന്നുമില്ല, ജസ്റ്റ് ഐലിഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഷുഗറിൻ്റെ കാജലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ കാജൽ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇത് ചേഞ്ച് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കാജലാണ്. ആദ്യം ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് കണ്ണിൻ്റെ താഴെയായിട്ടും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ്. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്.
മസ്കാരയ്ക്ക് നമ്മുടെ സ്ഥിരം ഞാൻ യൂസ് ചെയ്യാറുള്ള മേബിലിൻ്റെ മസ്കാര. അതുകൂടി ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു നല്ലൊരു ഐ മേക്കപ്പ് നമുക്ക് കിട്ടും. ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാറ്. ഇതിൽ കൂടുതലായിട്ടൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇനി ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇട്ട ലിപ് ബാം ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഗ്ലോ ആയിട്ടുള്ള സംഭവം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, അപ്പോൾ അത് മാറും. പിന്നെ ഒരു ലിപ് ലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കീറോയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷെയ്ഡ് ഡസ്കി ഗ്രേപ്പ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് നല്ല പിഗ്മെൻറ്റഡും ആണ് കേട്ടോ. ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും, അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേക്കപ്പൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ, ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ മറക്കരുത് കേട്ടോ. ഹലോ, അപ്പോൾ ദേ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു, കമ്മലിട്ടു, മാല ഇട്ടു, പിന്നെ വള ഇട്ടു, വാച്ച് എടുത്തുകൊണ്ട് വരട്ടെ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇനി ഹെയർ സ്റ്റൈൽ നോക്കാം. ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഓരോ സെക്ഷൻ ഹെയർ ഇങ്ങനെ മാറ്റിയിട്ടേക്കുക. ബാക്കിയുള്ള ഹെയർ എല്ലാം കൂടെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ട് പോണിറ്റെയിൽ മാതിരി കെട്ടുക. എന്നിട്ട് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, ഇങ്ങനെ പറ്റിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്നും ഒരു സെക്ഷൻ ഹെയർ എടുത്തിട്ട് അതിനെ രണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ ഒന്ന് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ച് നല്ലൊരു കണ്ടോ, ഈ ഒരു നല്ലൊരു പാറ്റേണിൽ നമുക്കിത് കിട്ടും. കണ്ടോ, ഇതുപോലെ തന്നെ ചെയ്യുക. ഇതുപോലൊരു 5 സെക്ഷനോളം ഞാൻ ഈ ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. ഇതിനൊരു ഒരു എന്താ പറയുക, ഒരു ക്ലിപ്പ് വെച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കുക. ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്ലൈഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലച്ച് ക്ലിപ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ താഴേക്ക് ചെയ്തുകൊണ്ട് വരിക. ഇതുപോലെ ഒരു 5 ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കണ്ടില്ലേ, ഇത് മാറ്റിയിട്ട് നമുക്കൊരു ഹെയർ പിൻ വെച്ചിട്ട് അതിനെ അങ്ങോട്ട് സെക്യൂർ ചെയ്യാം. 2 ഹെയർ പിൻസ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ ഈ ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾക്ക് പാടുണ്ടെങ്കിൽ വേറെ ഹെയർ സ്റ്റൈൽസ് ഉണ്ട്, നമ്മുടെ ചാനൽ തന്നെ വരുന്നുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽസാണ്. സെയിം ഔട്ട്ഫിറ്റിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്, അത് ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഔട്ട്ഫിറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഒരു സൽവാർ സ്യൂട്ടാണ്, ഒരു ചുരിദാർ. അപ്പോൾ ഇത് ലിങ്ക് ആരും ചോദിക്കില്ല, ഇത് ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ലിബാസ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. അത്യാവശ്യം നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ചുരിദാറാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല അടിപൊളി യൂസ്ഫുൾ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ബൈ.